ഈ സമീപകാലത്ത് ഈ ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാർത്തകളും വന്നത് കാരണം കുറേ വാർത്തകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. കുറേ വാർത്തകൾ നമ്മൾ അതെ. കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്യായിരുന്നു. ഈ ഒരുപാട് അവയവദാനം, സംഭവങ്ങൾ. ഒന്ന് അവയവദാനമല്ല, അവയവ കടത്ത്, കടത്ത്. അവയവ അനധികൃതമായിട്ടുള്ള അവയവ കച്ചവടം, അതിന് കുറേ പേരെ പിടിച്ചു. അതിൻ്റെ അന്വേഷണം അവിടെ നിലച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ അതിലും ഞെട്ടിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്ന് ഒരുപാട് മലയാളി യുവതികളെ ദുബായിലേക്ക് പെൺവാണിഭത്തിനായിട്ട് കടത്തി എന്നുള്ളതാണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിരിക്കുന്നത്. മോഡലുകളാകാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ അത് മലയാളികൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടവരെല്ലാം കണ്ണികളെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പെരുമ്പാവൂരുകാരി ഒരു സിന്ധു, സിന്ധു. ഒരു മഞ്ജിമ, ഒരു തിരുവനന്തപുരത്തുകാരി അലീന അലീന. എബ്രഹാം. ഈ അലീന നേരത്തെയും ഏതൊക്കെ കേസിൽ പെടുകയും നമ്മൾ കേസിൽപ്പെട്ട വാർത്ത ആളാണ്. കൊടുത്തിട്ടുള്ളതാണ് അവർ. അതെ, സ്ഥിരം കേസിൽ പ്രതിയാണ്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഇവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് മോഡലിംഗ് രംഗത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. 50,000 രൂപ ഒരു ഷോയ്ക്ക് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. താമസം, ഭക്ഷണം എല്ലാം ഫ്രീ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടുന്ന് ഇവർ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അവരോട് സഹകരിക്കുക, അതൊരു ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് അവരോട് സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഈ പെൺകുട്ടികൾക്ക് പറ്റുകയുള്ളൂ. അവർ വിദേശ രാജ്യത്ത് അവർ എങ്ങോട്ടെങ്ങോട്ടാൻ അവർക്ക് സ്ഥലം അറിഞ്ഞുകൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഈ സഹകരിക്കാത്തവർക്ക് എന്ത് ചെയ്യും? കുറച്ച് വെള്ളത്തിനകത്ത് എന്തോ പൊടി കലക്കി കൊടുക്കും, ഉറങ്ങാനുള്ള വല്ല മരുന്നായിരിക്കും. അതിനുശേഷം ഈ ഇവരെ അതിക്രൂരമായിട്ട് ബലാത്സംഗം, അതെല്ലാം ചിത്രീകരിക്കും. എന്നിട്ട് അത് ചിത്രീകരിച്ചിട്ട് ഇന്നിപ്പോൾ സിന്ധു എന്ന് പറയുന്ന ആളിനെ ബോംബെയിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അതിലെ പ്രധാന സൂത്രധാരൻ എന്ന് ഉദ്ദേശിക്കുന്ന ഈ സിന്ധുവാണ്. സിന്ധു ശരിക്കും ഡൽഹിക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ബോംബെ എയർപോർട്ടിൽ നിന്നാണ് പിടിയില്ല. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്, കാളിരാജ് മഹേഷ് കുമാർ. അപ്പോൾ നമ്മളെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോയ യുവതികൾക്ക് ആർക്കും ഒരു പരാതിപ്പെടാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പരാതിപ്പെടും. ഇവരെ മുന്നിൽ അവരെ ഭയന്ന് വിറച്ചായിരിക്കും ജീവിച്ചിട്ടുള്ളത്. ഭയം തന്നെ, കൊല്ലുമെന്നുള്ള ഭീഷണി തന്നെയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു രീതി കണ്ട് ഇന്നാണ് നമ്മൾ അറിയുന്നത്. ഈ സിന്ധു എന്ന് പറയുന്ന ഈ മുഖ്യ ഏജൻറ്റ്, റിക്രൂട്ടിംഗ് ഏജൻറ്റ്, അവർ ഈ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുകയാണ്. ഈ പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്നു. നിങ്ങൾക്ക് അവിടെ റാംപ് വാക്ക് തരാം, നിങ്ങൾക്ക് അവിടെ ഫാഷൻ ഷോ തരാം, നിങ്ങളവിടെ വന്ന് ഫാഷൻ ഷോ നടത്തുമ്പോൾ നിങ്ങൾക്ക് 50,000 രൂപ നിങ്ങൾക്ക് സാലറി. മാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പം അവിടെ റാമ്പിൽ ഉണ്ടായിരിക്കുന്ന ഇവിടുത്തെ വലിയ വലിയ മോഡലുകളും സിനിമാ താരങ്ങളുമാണ്, ബോളിവുഡ് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകാനുള്ള ഈ ഇതും കൊടുക്കും. ഏതാ ഈ വിസയും ടിക്കറ്റ് ചാർജും എല്ലാം ഇവർ വഹിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണല്ലോ, ഫ്രീ ആണല്ലോ, ഞാൻ ഒരു വലിയ മോഡലായി കഴിഞ്ഞിരിക്കുന്നു, എന്നെ വരെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. അങ്ങനെ ഇത് കയറിപ്പോയിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതിൽ 3 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുവന്നത്. 57 ദിവസം ആകുമ്പോൾ തിരിച്ചുവിടുമ്പോൾ എന്താണ് പ്രശ്നം? നാട്ടിൽ ഇതാരോടും പറയരുത്. കാരണം ഷൂട്ട് ചെയ്ത് വെച്ചൊക്കെയല്ലേ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ. പോലത്തെ പിന്നെ അസാന്മാർഗിക വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയതിൽ ഒരാൾ മാത്രമാണ് പരാതിപ്പെടാൻ തയ്യാറ്. അതൊരു കുട്ടിയുള്ള ഒരു യുവതിയാണ്. അപ്പോൾ ആ യുവതിയെയും കൊല്ലും, കുട്ടിയെയും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇതിനു വേണ്ടി കൊണ്ടുപോയത്. ലൈംഗിക പീഡനത്തിന് ഉപയോഗിച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവർ നാട്ടിൽ വന്ന് അവർ പരാതി കൊടുക്കുന്നു. അവരുടെ പരാതി, അവരുടെ മൊഴി കേട്ട് പോലീസ് നടുങ്ങിപ്പോയെന്നാണ് പറയുന്നത്. അത്ര ഭീകരമായ പീഡനം. മർദ്ദിക്കുമായിരുന്നല്ലേ പറഞ്ഞത്? അവർ വിസമ്മതിച്ചത് ഭീകരമായി അവരെ മർദ്ദിക്കുമായിരുന്നു. പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൽ പോലും ഈ ഉറങ്ങാൻ മയങ്ങാളം മരുന്ന് ഇട്ട് കൊടുത്ത് ഒരു ബോധം കിട്ടു വീഴുന്നതാണ് പറയുന്നത്. അപ്പം പീഡിപ്പിക്കും. വല്ലാത്ത ഒരു സെക്സ് റാക്കറ്റാണ് ഇത്. സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ദുബായിൽ പോലുള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു നല്ല അതിനുള്ള പിൻബലം കാണും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണാൻ എല്ലാം റീൽസിൻ്റെയാണ്. ഇപ്പോൾ സിനിമ പാട്ടും പാടിയൊക്കെ ഡാൻസൊക്കെ ചെയ്ത് അപ്പോൾ ഇവരിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇതുപോലുള്ള ഉടായ്പകൾ വരുമ്പോഴേ ഇവർക്കൊന്ന് മിനിമം ഒന്ന് അന്വേഷിക്കുകയും ചെയ്യണം ഇവർ ആരാണ് എന്താണെന്നുള്ളത്. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവർ വലിയ പ്രമുഖരെ കൂടെ ചിത്രമൊക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ മുമ്പ് ഒരു സ്ത്രീ ഫോൺ ചെയ്ത് അവർ പറയുമായിരുന്നു അവരിങ്ങനെ ഒരാളെ പറ്റിച്ച കാര്യം. പക്ഷെ അവർ പേരോ വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയില്ല. അവർക്ക് പിന്നെ കേസുമായി മുന്നോട്ടോ താല്പര്യമില്ല, വാർത്ത കൊടുക്കരുതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇമാതിരി ഇയാൾ ഈ ഒരുപാട് ലോകത്തെ പ്രമുഖ വ്യക്തികളെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അവരെ കാണിച്ചിട്ടുണ്ട്, സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള. അപ്പോൾ ഇവർ കരുതിയത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് ഫോട്ടോഷോപ്പിൽ കൂടെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒപ്പം പോലെ നമുക്ക് നിന്നുകൊണ്ടുള്ള ഫോട്ടോ കൊടുക്കാം എന്നുള്ള സംവിധാനം ഉണ്ടെന്നുള്ള ഇവർക്ക് അറിയില്ല. ആ സ്ത്രീക്കൊന്നും അറിയില്ല. ഇതുപോലെ ആയിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സിന്ധു സംഘമൊക്കെ എത്തി ഇത്രയും വലിയ ഓഫർ വയ്ക്കുകയും തങ്ങൾ ആരെയൊക്കെ സുഹൃത്തുക്കൾ ഫോട്ടോയെ കാണിച്ചാണ്, അവർ വലിയ പ്രമുഖരുടെ പടമൊക്കെ കാണിച്ചാണുമായിരിക്കാം.
അപ്പോൾ അങ്ങ് വിശ്വസിച്ച് ഇവരെ കൂടെ അങ്ങ് പോവുകയാണ്. ടിക്കറ്റ് എല്ലാം ഫ്രീ അല്ലേ? ഇത് സമാന സംഭവം ഉം. എനിക്ക് തോന്നുന്നു ഒരു 2005 2006 കാലഘട്ടം. അപ്പോൾ ഇതുപോലെ 2 സ്ത്രീകളെ ഇതേ രീതിയിൽ എനിക്കത് ഫോർട്ട് കൊച്ചി ഭാഗത്ത് എവിടെയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാനും അന്ന് മംഗളത്തിൻ്റെ വാരികയുടെ ഡെസ്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ അന്ന് സ്പെഷ്യൽ ഫീച്ചറുകൾ എടുക്കും വരുമല്ലോ ഇതുപോലത്തെ സംഭവം. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന രഞ്ജിത്ത് ബാലനാണ് ഫോട്ടോഗ്രാഫറാണ്. രഞ്ജിത്ത് അന്ന് മംഗളത്തിൽ വന്ന സമയം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇത് എടുക്കാൻ പോകുന്നത്. ഇത് അവിടെ ചെന്ന് ഈ 2 സ്ത്രീകളെ നമ്മൾ കണ്ട് അവരുടെ ഇൻ്റർവ്യൂ എടുത്തു. അന്ന് ഈ ഇരകളുടെ പേര് കൊടുക്കുന്നതിനോ പടം കൊടുക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ നമ്മൾ അവരുടേതായിട്ടുള്ള അവരുടെ ചിത്രങ്ങളും ഒക്കെ എടുത്താണ് അന്ന് ഈ വാർത്ത കൊടുത്തത്. അപ്പോൾ അത് ഇപ്പം ഈ പെൺവാണിഭ കഥ കേട്ടപ്പോൾ ഇതുപോലെ തന്നെയാണ് അതും സംഭവിച്ചത്. അതും ഇതേ രീതിയിൽ ഇതേ മോഡലിൽ തന്നെയാണ് സംഭവിച്ചത്. അത് അവരെ പക്ഷേ അവിടെ വീട്ടുജോലിക്ക് വൻതുക വാഗ്ദാനം ചെയ്താണ്. അങ്ങനെ ഫണ്ട് കൊണ്ടുപോകുന്നത് വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള ഈ സെക്സ് റാക്കറ്റുകാർ സ്ത്രീകളെ ട്രാപ്പിലാക്കുന്ന പരിപാടിയാണ്. ഇത് അവിടുത്തെ അറബികൾക്കാണ് ഇവർ കൊടുത്തത്. അങ്ങനെ ഇവരവിടെ നിന്ന് എങ്ങനെയോ ഒരാളുടെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ്. ഈ രക്ഷപ്പെട്ടിട്ട് അവർ നാട്ടിൽ വന്ന് ഈ കഥ മുഴുവൻ ഇവർ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിത് ഈ അന്ന് ഇതിലടിച്ചു വന്നു, വരികയിലടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ബഹളമായി. എന്താ ഇവരെ വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കോടതിയിൽ നിൽക്കുന്ന കേസാക്കി കൊടുക്കാൻ പാടില്ല. പക്ഷെ അത് എനിക്ക് അന്ന് മനസ്സിലായത് എന്താണെന്നറിയോ, ഈ കൊണ്ടുപോയ ആൾക്കാരെ മുഴുവൻ പേരുടെയും പേരതിനകത്തുണ്ടായിരുന്നു. ഈ റാക്കറ്റിൻ്റെ പേരുണ്ടായിരുന്നു. യുവമാർ ഈ വക്കീലിനെ സ്വാധീനിച്ചാണ്. ഇപ്പം മിക്കയിടത്ത് നടക്കുന്ന ഒരു പരിപാടി ഇതാണല്ലോ, വക്കീലന്മാരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിഭാഗം വക്കീൽ അല്ലെ വാദിഭാഗം വക്കീൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മളെ ചതിക്കുകയാണോ എന്ന് നമുക്കറിയാത്ത ഒരു അവസ്ഥയുണ്ട്. ഒരുപാട് വക്കീലന്മാരെ പണി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണോന്നും എനിക്ക് സംശയമില്ല. എന്താണെങ്കിലും ശരി, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ത്രീ ഇത് പറയുമ്പോൾ പോലും അവർക്ക് ഭയമാണ്. അവരെ പേടിച്ച് വിറച്ച് അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഈ യുവതികൾ. ഒരുപാട് മലയാളി യുവതികൾ പെട്ടിട്ടുണ്ട് ഇതിനകത്ത് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു യുവതി മാത്രമാണ്. അതുപോലെ ഇവർക്ക് ഗുണ്ടാബന്ധമുണ്ട്. ഇത്തരം പരിപാടികൾ നടത്തണമെങ്കിൽ ഗുണ്ടാബന്ധം ഉറപ്പാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു വലിയ ഗുണ്ടാത്തലവനാണ് ഇതിൻ്റെ നേതാവെന്ന് പറയും. മാത്രമല്ല രാഷ്ട്രീയക്കാരുമായ വലിയ സിനിമാക്കാരുമായിട്ടൊക്കെ അവർക്ക് ബന്ധം എല്ലാം ഉണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം 2024 25 ഗുണ്ടകൾക്കൊപ്പം സിനിമാ താരങ്ങളെ പിടിച്ചില്ല, ലഹരി ഉപയോഗിച്ചത്. അപ്പോൾ അതേ രീതിയിലുള്ള അവസ്ഥകളാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് പൊളിറ്റിക്കലി സപ്പോർട്ടുണ്ട്, ഇതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല മാത്രമല്ല ഒരു ഘട്ടം എത്തുമ്പോൾ ഇവരിനെ പിന്മാറിക്കളയും. പരാതിക്കാർ പിന്മാറുന്ന ഒരു പരിപാടിയുണ്ട്. അവസാനം അത് നമുക്കറിയാം, അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുക, അതല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ ഇതിൽ നിന്ന് പിന്മാറ്റുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത്രയും കുട്ടികളെ കൊണ്ട് പീഡിപ്പിച്ചതിൽ ഒരു സ്ത്രീ മാത്രമേ ഇപ്പോഴും പരാതിപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, അതിന് അവരെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇനി കണ്ടെത്തിയാൽ പോലും അവരെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പിടിയിലായിരിക്കുന്നതിൽ ഇനിയും 2 പെണ്ണുങ്ങളെ കൂടെ കിട്ടാനുണ്ട്. ഒരു റഹ്മത്ത് വേറെ ഏതാണ്ട് ഒരു പേരുടെ 2 പേരെ കൂടെ കിട്ടാനുണ്ട്. അത് പക്ഷേ ഈ റാക്കറ്റിൻ്റെ ഒരു കണ്ണി മാത്രമാണ്. ഇതിന് വിശാലമായ പല തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ എവിടെയെങ്കിലും വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് അവസാനം ചെന്ന് നിൽക്കുന്നത് വലിയ വമ്പന്മാരുടെയും പ്രബലന്മാരുടെയും മുമ്പിലായിരിക്കും. അന്വേഷണം അവിടെ ഇടിച്ചു നിൽക്കും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അവയവ കച്ചവടം. ഈ അവയവ കച്ചവടം സംബന്ധിച്ച് ആ അന്വേഷണം പതുക്കെ നിന്നു. കാരണം ഇത് ആശുപത്രികളിലേക്ക്, വൻകിട സ്വകാര്യ ആശുപത്രികളെ ബന്ധപ്പെട്ട് ഇത് ഡോക്ടർമാരിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അത് അവിടെ നിന്നത്. എന്താണെങ്കിലും ഇത് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനമാണ് ആ യുവതികൾക്ക് ദുബായിൽ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 70കളിലോ അത് 80കളിലോ മറ്റോ ആണ് മലയാളത്തിൻ്റെ സിനിമ നടിക്കുന്ന ഒരു അവസ്ഥ പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അത് പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുള്ള ഒരാൾ തന്നെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ അന്ന് അമേരിക്കയിലോ മറ്റോ എന്തോ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ദൂരെ ഒരുത്തം കൊണ്ടുപോയി കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് വെളിയിറങ്ങാൻ പറയാം. അവർക്ക് ഇവ ഒരു സൈക്കോയാണ് ഈ വിളിച്ചവൻ. ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് പറഞ്ഞാൽ എല്ലാം സംവിധാനം ചെയ്ത് കൊടുത്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർക്ക് പറഞ്ഞാൽ ട്രാപ്പിലാണെന്നുള്ളത്. പക്ഷെ അവർക്ക് അവിടെയുള്ള ഏതോ ഒരാളിൻ്റെ ഫോൺ നമ്പർ അറിയായിരുന്നു. പണ്ട് അവരുടെ സുഹൃത്തുക്കൾ ആരും അറിയായിരുന്നു. എങ്ങനെയോ അവർ ഓർമ്മ വന്ന ഫോൺ നമ്പറിൽ എന്തൊക്കെയോ വിളിച്ച് അവസാനം അവരൊന്നും രക്ഷപ്പെടുത്തി. അത് പക്ഷേ ഒരുപാട് നാൾ ഇവൻ്റെ ഈ തടവിൽ കഴിയേണ്ടി വന്നു. ഇയാളെ ഒരു ലൈംഗിക അടിമ എന്നുള്ള രീതിയിൽ കഴിയേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. 70കളിലോ മറ്റാണ്. അന്നത്തെ കാലത്ത് ഇത് ഒറ്റയ്ക്കാണോ ഡീൽ ചെയ്തത്? അവന് വേറെ അതോലോ സംഘമൊന്നുമില്ല, ഇവിടുത്തെ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മളായിട്ട് എവിടെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. എന്തിനാ നമ്മളെ പെൺപാണി പോകുന്നല്ലെങ്കിൽ പോലും കൊച്ചിയിൽ നടന്ന 20,000 പേര് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ ഒരവസ്ഥ ഉണ്ടല്ലേ. യാതൊരു സംവിധാനവും ഒരുക്കാതെ ഉമാ തോമസ് താഴെ വീടൊക്കെ ചെയ്ത സംഭവം. ഇതിനൊന്നും യാതൊരു സംവിധാനവും ഇല്ലാത്ത രീതിയിൽ പലരും പ്രവർത്തിക്കുന്നത്. നമ്മളെ ആളുകൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ പത്രത്തിലോ ചാനലിലോ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങി പുറപ്പെടുക. അത് എന്താണ് ഏതാണ് അന്വേഷിക്കണം.
അതെന്തായാലും ഈ യുവതികളുടേത് വലിയ ഭീകരമായ ക്രൂരമായ പീഡനമാണ് അനുഭവിച്ചത്. ഇതിനകത്തെ മുഴുവൻ കണ്ണികളെയും പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഇത് എവിടെയെങ്കിലും ഞാൻ തട്ടി നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കും. എല്ലാം അങ്ങനെയാണല്ലോ. കാരണം ഒരു 2 ദിവസം വലിയ അതിനേക്കാളും വലിയൊരു വാർത്ത വരുമ്പോൾ അങ്ങ് തീർന്നു. ഇവിടെ ഇപ്പോൾ പുതിയൊരു മന്ത്രിസഭ വന്നിരിക്കുന്നു, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകും, അതോടുകൂടി അതങ്ങ് തീരും. പക്ഷെ അത് ഞാൻ പറയുന്നത് പിണറായി സർക്കാരൊക്കെ പോയി പുതിയ വി ഡി സതീശൻ സർക്കാർ വന്നിരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരമാണിത്. അവരുടെ ആഭ്യന്തര വകുപ്പ് കൃത്യമാണെന്ന് കാണിക്കാൻ ഇത് നിങ്ങളെ പിടികൂടുക തന്നെ വേണം. ഇന്റർപോളിൻ്റെയൊക്കെ സഹായം നേടാം. ഇവർ ദുബായിലെവിടെയെങ്കിലും വിളിച്ചിരിക്കുകയാണെങ്കിൽ കേരള പോലീസിന് നമുക്ക് നമ്മുടെ അവരവരുടെ ഏജൻസി CBI ആണെന്ന് തോന്നുന്നു. CBI വഴിയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്റർപോൾ ഇടപെട്ട് കൃത്യമായിട്ട് വരെ പിടിക്കും. അവിടുത്തെ റാക്കറ്റിലുള്ളവരെയും പിടിക്കാൻ പറ്റും.